ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വരുണിനും പ്രിയങ്കയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ രാധിക ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു. അദ്ദേഹം പ്രസാദത്തിനോടൊപ്പം ഒരു ചരടും കൊടുക്കുന്നുണ്ട്. ഭാര്യ ഭർത്താവിൻ്റെ കയ്യിൽ ആ ചരട് കെട്ടിക്കൊടുത്താൽ ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം ഇരട്ടിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് എന്നും പറയുന്നു. തിരുമേനി അവരെ പുറപ്പെടാൻ നിൽക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഞാൻ ഇതവിടെ എത്തിക്കട്ടെ എന്ന് രാധിക പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ദക്ഷിണ കൊടുക്കുന്നു. എന്നിട്ട് രാധിക വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോവുകയാണ്. ഇതേ സമയം വരുൺ ആ വീട്ടുകാരോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഞാൻ പ്രിയങ്കയെ കൊണ്ടുപോവുകയാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. മോനെ, ചെറിയ ചെറിയ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഏത് ബന്ധത്തിലും ഉണ്ടാകും. സത്യം പറഞ്ഞാൽ ഇത് ബന്ധത്തിൻ്റെ ഒരു സുഖം കൂടിയാണ്. പക്ഷേ നിങ്ങളൊരു തീരുമാനം എടുക്കണം. ഒരു ചെറിയ കാര്യമുണ്ടായാൽ അതിനടുത്ത് മറ്റൊരു കാര്യം വരട്ടെ എന്ന് കരുതി കാത്തിരിക്കും. അപ്പോഴപ്പോഴേ പരിഹരിച്ച് മുന്നോട്ട് പോകണം. നിങ്ങൾ പുതിയ തലമുറയാണ്. പണ്ടത്തെ പോലെ ക്ഷമയോ സഹനോ ഒന്നും ഉണ്ടാകണമെന്നില്ല. മുൻപ് ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഭാര്യ ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ആൺകുട്ടികൾ തന്നെയാണ് പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തുന്നത്. രണ്ടുപേർക്കും രണ്ടുപേരുടെയും ചിന്തകൾ പരസ്പരം മാനിക്കാൻ പറ്റണം. ഇത് കേട്ട യശോദയും പറയുന്നുണ്ട് അവരോട്, ഞങ്ങളുടെ സമാധാനം എന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷമാണ്. കാലം എത്ര മാറിയാലും കെട്ടിച്ചു വിട്ട പെൺകുട്ടി വീട്ടിൽ തിരിച്ചു വന്നു നിൽക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള നാട്ടിൻ പുറത്തുകാർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അയൽപക്കക്കാരുടെ ഓരോ ചോദ്യങ്ങളും ഞങ്ങളെ വേദനിപ്പിക്കുമെന്നും യശോദ പറയുന്നു. പ്രിയങ്ക മോൾക്ക് ഇത്തിരി പക്വതക്കുറവുണ്ട്, എടുത്തുചാട്ടവും കൂടുതലാണെന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, അത് സാരമില്ലമ്മേ, ഞാൻ നോക്കിക്കോളാം. എല്ലാവരോടുമായിട്ട് ഞാൻ പറയാം. ഇതിപ്പോ ഇവിടെ തീർന്നു. നാളെ ഒരു സമയത്ത് ഇങ്ങനെ ഉണ്ടായല്ലോ എന്നുള്ള സംസാരം ഒരാളുടെയും നാവീന്ന് വരരുത്, കേട്ടല്ലോ എല്ലാവരും എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ വരുൺ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു ഫാമിലി ഫോട്ടോ കാണുന്നത്. അതിൽ രാധികയുടെ ഫോട്ടോയും കണ്ട് അതിൽ തന്നെ ഇങ്ങനെ നോക്കുകയാണ് വരുൺ. ഇത് പ്രിയങ്കയും കാണുന്നു. ഇത് കണ്ട് പ്രിയങ്ക ടെൻഷൻ ആകുന്നുണ്ട്. പിന്നെ മുത്തശ്ശിയും യശോദയും എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അവരും ടെൻഷൻ ആകുന്നു, ഇനിയിപ്പോൾ എന്ത് പറയും എന്ന് ആലോചിച്ചിട്ട്. വരുൺ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിട്ട് ആ ഫോട്ടോയുടെ അരികിലേക്ക് ചെല്ലുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ദേവനാരായണൻ തിരുമേനിക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയൊന്നും മനസ്സിലാകുന്നില്ല. ഫോട്ടോയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് വരുൺ. എന്താ മോനെ എന്നെ തന്ത്രി ചോദിച്ചു. അല്ല, ഈ കുട്ടി ഇപ്പോൾ എവിടെയുണ്ട് എന്ന് വരുൺ ചോദിക്കുന്നുണ്ട് അവരോട്. ആ സമയം രാധികയും അവിടെ എത്തുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ പിള്ളേർ ഇറങ്ങാൻ നോക്കട്ടെ യശോദയെ, അവരെ യാത്രയാക്കാൻ നോക്കുന്ന മുത്തശ്ശി പറയുന്നു. അച്ഛാ, ഈ കുട്ടി ഇപ്പോൾ എവിടെയുണ്ടെന്നാ ചോദിച്ചത് എന്ന് വരുൺ പറയുമ്പോൾ ദേവനാരായണൻ തിരുമേനി പറയുന്നു, ഇവിടെയുണ്ട്, അല്ലാതെ എവിടെ പോകാൻ? വിവാഹത്തിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല എന്ന് വരുൺ പറയുമ്പോൾ തന്ത്രി പറയുന്നുണ്ട്, മോൻ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങളിവിടെ വന്നപ്പോഴൊക്കെ രാധിക ഇവിടെ ഉണ്ടല്ലോ. എന്തിന്, ഞങ്ങൾ വീട്ടിലേക്ക് വന്നതുപോലും രാധികയും കൂട്ടിയല്ലായിരുന്നോ? ഇത് കേട്ട് വരുൺ ഒന്ന് ഞെട്ടി, ബാക്കിയുള്ളവരും ഞെട്ടി. എന്നിട്ടെങ്ങനെയാ നിങ്ങൾ തമ്മിൽ കാണാതെ പോയെന്ന് പറയുന്നത് എന്നും തന്ത്രി പറയുമ്പോൾ എല്ലാവരെയും ഒന്ന് നോക്കുകയാണ് വരുൺ. പിന്നെ രാധികയോട് മാറ്റി നിർത്തി സംസാരിച്ച കാര്യം വരുൺ ആലോചിക്കുന്നു. ഈ കുട്ടി ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് പോയോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ തന്ത്രി പറയുന്നു, മോൻ എന്തൊക്കെയായി പറയുന്നത്? ജോലി ഉപേക്ഷിച്ച് പോകാനോ? എന്ത് ജോലി? അവൾ എൻ്റെ മൂത്ത മോളല്ലേ. ഇതും കൂടെ കേട്ടപ്പോൾ വരുൺ ഒന്നുകൂടി ഒന്ന് ഞെട്ടി. എല്ലാവരും എന്ത് പറയുമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുന്നു. അമ്മയല്ലേ പറഞ്ഞത്, മുത്തശ്ശിയല്ലേ പറഞ്ഞത് വേലക്കാരിയാണെന്ന് എന്ന് വരുൺ അവരോട് ചോദിക്കുന്നു. അത് പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞതല്ല. അവളെ ദേവനും യശോദയും എടുത്തു വളർത്തിയതാണ്. കണിമംഗലത്തുനിന്ന് പെണ്ണ് കാണാൻ ആളുകൾ വന്നപ്പോൾ ഒന്നും ഒളിച്ചു വെക്കേണ്ട എന്ന് കരുതി സത്യം പറഞ്ഞതാണ്. അവിടുന്ന് വന്നവര് ആ കണ്ണിലാണ് അവളെ കണ്ടത്, അല്ല യശോദ എന്ന മുത്തശ്ശി. അല്ല, എല്ലാവരും കാണുന്നത് പോലെയായിരിക്കും മോനും കാണുന്നത് എന്ന് കരുതി. എന്തോ വിവാഹത്തിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരാളെ ശ്രദ്ധിച്ചിട്ടില്ല, അത് വലിയൊരു തെറ്റായിപ്പോയി. അച്ഛനൊന്ന് വിളിച്ചേ എന്ന് തന്ത്രി. ഇത് കേട്ട് പെട്ടെന്ന് മുത്തശ്ശി പറയുന്നു, അതിപ്പോൾ തെറ്റും മാപ്പൊന്നും പറയാൻ നിൽക്കേണ്ട മോനെ. അത് മാത്രമല്ല, അവളിപ്പോൾ അമ്പലത്തിലങ്ങാണ്ട് പോയിരിക്കുകയാണെന്നാ തോന്നുന്നത്. അവളിവിടെ ഉണ്ടല്ലോ, മോളെ രാധികയെ ഇങ്ങ് വന്നേ എന്ന് തന്ത്രി വിളിക്കുന്നുണ്ട് രാധികയെ. ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് ഏതു നേരവും അമ്പലം അമ്പലം എന്നുള്ള വിചാരമേ ഉള്ളൂ എന്ന് മുത്തശ്ശി. മോളെ രാധിക എന്ന് പറഞ്ഞ് വീണ്ടും തന്ത്രി രാധികയെ വിളിക്കുന്നുണ്ട്. ടെൻഷനാവുകയാണ് എല്ലാവരും. വരുണാണെങ്കിൽ രാധികയെ കാണാൻ ഇങ്ങനെ കണ്ണുകൾ വെമ്പുന്നത് പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. രാധിക പ്രസാദവുമായി അവിടേക്ക് വരുമ്പോൾ വരുൺ ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുന്നു. വരുണിനെ അവിടെ കണ്ട രാധികയും ടെൻഷനാകുന്നു. തേടിയ വിളി കാലിൽ ചുറ്റി എന്നൊരു
കാര്യമാണ് ഇപ്പോൾ വരുണിന്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. എന്താ അച്ഛാ എന്ന് രാധിക ചോദിക്കുന്നു. വരുൺ പറയുകയായിരുന്നു കല്യാണത്തിന് ശേഷം മോളെ കണ്ടിട്ടേ ഇല്ലെന്ന്. അല്ല, പറഞ്ഞിട്ടും കാര്യമില്ല. ആരെങ്കിലും വീട്ടിൽ വന്നാൽ ഒളിച്ചു മാറി നിൽക്കുന്നതാണല്ലോ നിന്റെ ശീലം. അല്ലെങ്കിൽ അടുക്കളയിൽ കയറി നിൽക്കും. പിന്നെ എങ്ങനെയാ എന്നെ തന്ത്രി പറയുന്നുണ്ട്. ശരി, വരുൺ നിന്നെ കണ്ടിട്ടില്ല. പക്ഷേ വരുണിനെ നോക്കേണ്ടതും പരിപാലിക്കേണ്ടതും നിന്റെ ചുമതലയല്ലേ മോളെ? അനിയത്തിയുടെ ഭർത്താവല്ലേ, പിന്നെ മോളെങ്ങനെയാ കാണാതെ പോയത് എന്ന് തന്ത്രി പറയുമ്പോൾ രാധിക പറയുന്നു, അല്ല ഞാൻ കാണുന്നുണ്ടായിരുന്നു. മോളെ രാധികയെ, മുത്തശ്ശിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പിടുത്തം, കുറച്ച് വെള്ളം എടുത്തിട്ട് വാ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് രാധികയോട്. എന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നു പോകാൻ. അങ്ങനെ രാധിക അവിടെ നിന്ന് പോകുന്നുണ്ട്. പ്രിയങ്ക എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്താ എടുക്കാനുള്ളത് എന്ന് വെച്ചാൽ എടുത്തോണ്ടിറങ്ങ്, മോൻ കുറെ നേരമായില്ലേ വിളിച്ചോണ്ടിരിക്കുന്നു എന്നൊക്കെ മുത്തശ്ശി പ്രിയങ്കയോട് പറയുകയും പ്രിയങ്ക അകത്തേക്ക് സാധനങ്ങളൊക്കെ എടുക്കാനായി പോവുകയും ചെയ്യുന്നു. ആകെ ടെൻഷൻ ആവുകയാണ് പ്രിയങ്ക. കണിമംഗലത്ത് തിരിച്ചെത്തുമ്പോൾ സ്വർണം ചോദിക്കും. അതിന്റെ കാര്യമാണെങ്കിൽ വരുണിനോട് പറഞ്ഞിട്ടുമില്ല. പോകുന്നില്ല എന്ന് വെച്ചാലോ എന്നൊക്കെ പ്രിയങ്ക. ചതച്ചിലോടി, ഇനിയിപ്പോൾ എത്ര മറച്ചു പിടിച്ചിട്ടും അവളെ കണ്ടെത്തി കഴിഞ്ഞു. ഇവിടുന്ന് പോയാലേ നീ വേണം സമാധാനത്തിൽ എന്തെങ്കിലും പറഞ്ഞ് അവന്റെ മനസ്സ് തിരുത്താൻ. പെട്ടെന്ന് നിന്റെ സാധനങ്ങൾ എടുത്തോ, നിങ്ങളെ ഇറക്കി വിട്ടാലേ എനിക്കൊരു സമാധാനം കിട്ടൂ എന്ന് മുത്തശ്ശി. അങ്ങനെ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പ്രിയങ്ക പറയുമ്പോൾ യശോദ പറയുന്നുണ്ട്, പോവാൻ പറ്റില്ലെന്നോ? അതെന്താ, നിങ്ങൾക്കാർക്കും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണെന്ന് പ്രിയങ്ക പറയുന്നു. എല്ലാം അവസാനിച്ചു എന്ന് കരുതി സന്തോഷമായിട്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇനി വേറൊന്നും നീ ഇങ്ങോട്ട് പറയാൻ നിൽക്കേണ്ട എന്ന് യശോദ പറയുകയും ആ ബാഗിലേക്ക് പ്രിയങ്കയുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് അതിൽ നിന്ന് സ്വർണം കാണാത്തത് അറിയുന്നത്. ഇതിലിരുന്ന സ്വർണം എവിടെയെന്ന് യശോദ ചോദിക്കുമ്പോൾ അത് എന്ന് പറഞ്ഞ് പ്രിയങ്ക ഒരു പരിങ്ങലോടെ നിൽക്കുന്നു. സ്വർണം ഇവിടെയുണ്ടെന്ന് പറഞ്ഞ് രാധിക സ്വർണവുമായി അവിടെ എത്തി. ഇവിടെ ബാഗ് തുറന്നു വെച്ച് കട്ടിലിന്റെ താഴെ ഇട്ടിരിക്കുകയായിരുന്നു. ഈ മുറിക്ക് നല്ല അടച്ചുറപ്പില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തോണ്ട് പോയി അച്ഛന്റെ മുറിയിൽ അലമാരയിൽ എടുത്തു വെച്ചതാണെന്ന് രാധിക പറയുന്നു. ദാ പ്രിയ എന്ന് പറഞ്ഞ് പ്രിയങ്കയുടെ കയ്യിൽ സ്വർണം കൊടുക്കുകയാണ് രാധിക. എന്തായാലും എടുത്തു വെച്ചത് നന്നായി മോളെ എന്ന് പറഞ്ഞ യശോദ ആ സ്വർണം ഇപ്പോൾ ബാഗിലേക്ക് എടുത്തു വെച്ചു. ആ ഒരു സന്ദർഭമാണ് ഇപ്പോൾ രാധിക ആലോചിക്കുന്നത്. അന്ന് പ്രിയങ്ക സ്വർണ്ണം എല്ലാം നന്നായിട്ടൊന്ന് നോക്കിയിട്ട് കിഴികെട്ടി അതേ ബാഗിൽ തന്നെ വെച്ചതായിരുന്നു. ഇത് രാധിക കണ്ടിരുന്നു. പ്രിയങ്ക പോയ സമയം നോക്കി രാധിക അവിടേക്ക് വരികയും ബാഗ് തുറന്ന് ആ സ്വർണങ്ങളെല്ലാം പുറത്തെടുക്കുകയും ചെയ്തു. എന്നിട്ട് രാധിക കൊണ്ടുവന്ന മറ്റ് ആഭരണം എല്ലാം കൂടി ആ കിഴിയിൽ കെട്ടി അതേ ബാഗിൽ വെച്ചു. ആരുടെയും കണ്ണിൽപ്പെടാതെ രാധിക അവിടുന്ന് മാറുകയും ചെയ്തിരുന്നു. പ്രിയങ്ക സമയം അവിടെ വരികയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി ഇവർ ഇറങ്ങട്ടെ, എല്ലാത്തിനും നടുവിൽ നീ എന്തിനാ വായ വിളിച്ചോണ്ട് നിൽക്കുന്നത്, ഇറങ്ങിപ്പോടി എന്ന് മുത്തശ്ശി രാധികയോട് പറയുന്നു. അവരെന്ന് ഇറങ്ങട്ടെ, എന്നിട്ടാകാം ബാക്കി എന്ന് മുത്തശ്ശി രാധികയോട്. അങ്ങനെ രാധിക അപ്പുറത്തേക്ക് പോകുന്നു. മോളെ എന്താണ് നിനക്ക് പറഞ്ഞു തരേണ്ടത് എന്ന് അമ്മയ്ക്ക് അറിയില്ല, എങ്ങനെയെങ്കിലും ഇത് മറികടന്നേ പറ്റൂ എന്നൊക്കെ യശോദ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ നിമിഷം നീ എന്നെ വിളിക്കണം, എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നോളാം, മോള് വേഗം റെഡിയാകുക എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും യശോദയും അപ്പുറത്തേക്ക് പോകുന്നു. ഇതേ സമയം രാധിക പ്രസാദവുമായി ആരുടെയും കണ്ണിൽപ്പെടാതെ അപ്രത്യക്ഷത്തേക്ക് വരികയായിരുന്നു. ഇറങ്ങുമ്പോൾ തൊട്ട് മുന്നിൽ അതാ നിൽക്കുന്നു വരുണിനെ അവിടെ കണ്ടതും ഒന്ന് ടെൻഷനാവുകയാണ് രാധിക പോകാൻ തുടങ്ങിയപ്പോൾ നിൽക്കുക എന്ന് പറഞ്ഞ് വരുൺ രാധികയുടെ കയ്യിൽ പിടിച്ച് ആരുടെയും കാണാതെ അപ്രത്യക്ഷത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നീ പ്രിയങ്കയുടെ ചേച്ചിയാണെന്ന് ഇതുവരെ എന്താ എന്നോട് പറയാതിരുന്നത്? എന്തിനാ എന്നിൽ നിന്നും അത് മറച്ചു വെച്ചത്? നിന്റെ പേര് പോലും എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു, ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. പ്രിയങ്ക എൻ്റെ അനുജത്തിയാണ്. അവളെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും എനിക്ക് എടുക്കാൻ പറ്റില്ല. അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. വരുൺ പറയുന്നു, എടോ നടന്ന കാര്യങ്ങൾ എല്ലാവരും അറിയണം. എനിക്കിനി ഇതൊരു മനസ്സിൽ ഭാരമായി കൊണ്ട് നടക്കാൻ സാധിക്കില്ല. ഞാൻ ഇപ്പോൾ തന്നെ എല്ലാവരെയും വിളിച്ച് കാര്യം പറയാൻ പോവുകയാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോയാൽ അതിനപ്പുറം ഈ കുടുംബം ഉണ്ടാവില്ല. എൻ്റെ അച്ഛൻ പാവമാണ്. ചെറിയൊരു മനോവേദന മതി, അച്ഛൻ തളർന്നു പോകും, അമ്മയും അതെ എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, എല്ലാവർക്കും അവരവരുടെ ദുഃഖങ്ങൾ വലുതാണ്. അങ്ങനെ ഞാൻ മാത്രം എന്തിനാ സഹിക്കുന്നത്? എല്ലാവരും കൂടി എന്നെ ചതിച്ചതല്ലേ? ആ ചതി പുറത്തറിയുന്നതുകൊണ്ട് ഇപ്പോൾ എന്താ പ്രശ്നം? ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ, ഈ കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണെങ്കിൽ ഞാനത് ചെയ്യും. എൻ്റെ അച്ഛനെയും അമ്മയും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, അത്രയ്ക്ക് കടപ്പാടുണ്ട് അവരോട് എന്നൊക്കെ രാധിക പറയുന്നു. സത്യത്തിൽ രാധിക നമ്മൾ രണ്ടുപേരും ജീവിതം ഇല്ലാണ്ടാക്കുകയാണ്. ഇഷ്ടമില്ലാത്ത ഒരുത്തിയുടെ കൂടെ ജീവിച്ച് ഞാനും ഇഷ്ടമുള്ള ആളോടൊപ്പം ജീവിക്കാൻ സാധിക്കാതെ നീയും. എത്ര കാലം പറ്റും നിനക്കിത്? ഞാൻ പറയുന്നേ ഒന്ന് കേക്ക്. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ ഞാൻ പറഞ്ഞോളാം. രാധിക പറയുന്നു, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് പ്ലീസ് എന്ന് പറഞ്ഞ് രാധിക
വരുണിനോട് അങ്ങനെയൊക്കെ പറയുന്നു. ആ സമയത്താണ് മുത്തശ്ശി മോനെ മോനെ എന്ന് പറഞ്ഞ് വരുണിനെ വിളിക്കുന്നത്. പെട്ടെന്ന് രാധിക അവിടെ ഒളിച്ചിരിക്കുന്നു. മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട്. മോനെന്താ ഇവിടെ നിൽക്കുന്നത്? ഇറങ്ങാറായില്ലേ വാ എന്നൊക്കെ പറഞ്ഞ് ഒരു ധൃതിയോടെ തന്നെ മുത്തശ്ശി വരുണിന്റെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നു. ഇടയ്ക്കിടയ്ക്ക് വരുൺ തിരിഞ്ഞ് രാധികയെ നോക്കുന്നുണ്ടായിരുന്നു. രാധിക വിഷമത്തോടെ ഇങ്ങനെ തലയൊക്കെ കുലുക്കി കാണിക്കുന്നുണ്ട് ചെല്ല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സങ്കടത്തോടെ വരുൺ രാധികയെ നോക്കി നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.